ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികൾ, അതോടൊപ്പം തന്നെ ഭീകരതയ്ക്കുള്ള പിന്തുണ, ഇതിനെതിരെയൊക്കെ എപ്പോഴും മുഖം തിരിച്ചു നിൽക്കുന്ന, ഇതിനെതിരെയൊക്കെ കൃത്യമായിട്ട് ഉപരോധം ഏർപ്പെടുത്തുകയാണ് ട്രംപ് നിരന്തരമായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് കുറച്ചും കൂടി ശക്തമായിരിക്കുകയാണ്. ഇറാനിന് എങ്ങനെയൊക്കെ സാമ്പത്തികമായിട്ട് ഇറാനിൽ ഞെരുക്കാം, ഇതാണ് ട്രംപിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ട് വളരെ സുപ്രധാനമായിട്ടുള്ള ചില ഉത്തരവുകളൊക്കെ ട്രംപ് കഴിഞ്ഞ ദിവസം ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് ഇന്ത്യക്ക് ഏതെങ്കിലും രീതിയിൽ ഭീഷണിയാവുമോ എന്നുള്ളൊരു ചർച്ച ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. കാരണം ചാബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഉപരോധങ്ങളാണ് ട്രംപ് കൊണ്ടുവരുന്നത്. നമുക്കറിയാമല്ലോ, ചാബഹാർ തുറമുഖവും ഇന്ത്യയുമായിട്ട് എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു മാനേജ്മെൻറ്റിന്, നിയന്ത്രണത്തിനൊക്കെ ഇന്ത്യ എത്രമാത്രം നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും നമുക്കറിയാം. ഇത് ഏതെങ്കിലും രീതിയിൽ ഇന്ത്യയെ ബാധിക്കുമോ? ശരിക്കും പറഞ്ഞാൽ ഇറാനിലെ ചാബഹാർ തുറമുഖമാണ് ഇന്ത്യ പാട്ടത്തിനെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം, ഇറാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധം കൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് ഇറാൻ ഈ തുറമുഖമൊക്കെ പാട്ടത്തിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ഉപരോധങ്ങൾക്കും അല്ലെ പല നിയന്ത്രണങ്ങൾക്കും ഇന്ത്യക്ക് ഇളവ് തന്നിരിക്കുകയായിരുന്നു അമേരിക്ക. പക്ഷേ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി ഇറാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ അല്ലെ സാമ്പത്തികമായി ചേരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇപ്പം ഗൗതം പറഞ്ഞതുപോലെ തന്നെ എക്കാലത്തും അമേരിക്ക അതിന് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുമ്പോഴൊക്കെ തന്നെ ഇറാന് മേൽ ശക്തമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തും. കാരണം അവരെ സാമ്പത്തികമായി ഞെരുക്കുക, അതാണ് തന്ത്രം. ഇപ്പം പണ്ട് ഇന്ത്യ ഈ ഇറാനിൽ നിന്ന് വൻതോതിൽ എണ്ണ വാങ്ങുമായിരുന്നു. അതായത് നമ്മൾ പ്രധാനമായിട്ട് എണ്ണ വാങ്ങുന്ന ഒരു കേന്ദ്രം എന്ന് പറയുന്നത് ഇറാനായിരുന്നു. പക്ഷേ പല കാരണങ്ങളാൽ അമേരിക്കയുടെ സമ്മർദ്ദം ഉണ്ടായതോടെ നമ്മൾ അവിടെ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറച്ചു കൊണ്ടുവന്നു. ഘട്ടം ഘട്ടമായിട്ടാണ് കുറച്ചത്. അങ്ങനെ ബില്യൺ കണക്കിന് എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മൾ അവസാനം 1 മില്യൺ എണ്ണയൊക്കെ വാങ്ങുന്ന ഘട്ടത്തിലേക്ക് എത്തി. പിന്നീട് അതും കുറച്ചിട്ട് ഏതാണ്ട് 230 മില്യണാണ് ആകെ ഇത്രയും കാലത്തിനിടയിൽ വാങ്ങിയത്. അങ്ങനെ എണ്ണ അവിടെ നിന്ന് വാങ്ങുന്നതിനൊക്കെ നിയന്ത്രണം അമേരിക്ക ഏർപ്പെടുത്തി. ഇവിടെ ഇപ്പോൾ തരുന്നത് ഈ ചാബഹാർ തുറമുഖത്തിൻ്റെ സ്വതന്ത്രമായ പ്രവർത്തനത്തിന് ചില നിയന്ത്രണങ്ങൾ ട്രംപ് കൊണ്ടുവരുന്നു. എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ നിലപാട് ഇറാൻ്റെ ആണവ മിസൈൽ പദ്ധതിക്കെതിരാണ്. മാത്രമല്ല അവർ എല്ലായ്പ്പോഴും ഭീകരതയെ അല്ലെങ്കിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അതായത് ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തികളെ പോലെയുള്ള തീവ്രവാദ സംഘടനകളെ ഇളക്കി വിട്ടുകൊണ്ട് ഈ ഇസ്രയേൽ പോലുള്ള രാജ്യത്തെ ആക്രമിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു രാജ്യത്തിന് മേൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ട്രംപ് അങ്ങ് തീരുമാനിക്കണം. അതുകൊണ്ട് ട്രംപ് വരുന്നതിന് തൊട്ടു മുമ്പുള്ള ഭരണകൂടം, ബൈഡൻ ഭരണകൂടം ഇറാന് മേൽ ശക്തമായ നിയന്ത്രണമൊന്നും ഏർപ്പെടുത്തിയിരുന്നില്ല. മാത്രമല്ല അവിടുത്തെ ഉദ്യോഗസ്ഥർ ഇവർക്ക് ചില ഇളവുകൾ അനുവദിച്ച് നൽകുകയും ചെയ്തു. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വന്നിരിക്കുന്നത് നാഷണൽ സെക്യൂരിറ്റി പ്രസിഡൻഷ്യൽ മെമ്മോറാണ്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തലക്കെട്ടോടു കൂടിയ ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. ഈ കരാർ പറയുന്നതും ഏതെങ്കിലും തരത്തിൽ ഇറാന് നമ്മൾ സാമ്പത്തിക ഉപരോധത്തിന് ഇളവ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ പിൻവലിക്കണം. മാത്രമല്ല ഈ നിലവിലുള്ള ഈ നിയമങ്ങളുണ്ടല്ലോ അതിൽ ചില പരിഷ്കാരങ്ങളൊക്കെ വരുത്തണം. അങ്ങനെ പരിഷ്കാരം വരുത്തിയാൽ ഈ ചാബഹാർ തുറമുഖത്തിൻ്റെ പ്രവർത്തനത്തെ അത് സാരമായി ബാധിക്കും. അപ്പോൾ ഇന്ത്യക്ക് സുഗമമായിട്ട് അതിനകത്ത് ഇടപെടാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഇന്ത്യ അതിനകത്ത് എന്തെങ്കിലും ഇടപെട്ടാൽ ഇന്ത്യക്ക് ഉപരോധം നേരിടേണ്ടി വരും. നമുക്കത് വലിയ തിരിച്ചടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 2024 നമ്മൾ ഈ തുറമുഖത്തിൻ്റെ കരാർ ഏറ്റെടുക്കുന്നത്. 2024 ഏറ്റെടുത്തപ്പോൾ $120 മില്യൺ നമ്മളവിടെ നിക്ഷേപിച്ചിരുന്നു. അത് വലിയ നിക്ഷേപമാണ്. നമുക്കതുകൊണ്ടുള്ള ലാഭവും ഉണ്ടാകുമായിരുന്നു. പക്ഷേ അവർ പറയുന്നത് ഞങ്ങൾക്ക് തുറമുഖം മാത്രം പോരാ, തുറമുഖത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വികസിപ്പിക്കണം. അങ്ങനെ നമ്മൾ ഏതാണ്ട് $250 മില്യൺ ദശലക്ഷം ഡോളർ കൂടി അവിടെ നിക്ഷേപിച്ചു. അപ്പോൾ നമ്മളുടെ വലിയൊരു തുക ഈ ചാബഹാർ തുറമുഖവും ഈ തുറമുഖത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി നിക്ഷേപിച്ചാൽ. പക്ഷേ ഈ അമേരിക്ക ശക്തമായ നിയന്ത്രണങ്ങൾ, ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയാൽ നമുക്ക് ഈ പോർട്ട് കൊണ്ടുള്ള ട്രേഡ് അത് പ്രയോജനപ്പെടുത്തില്ല, അത് കഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറും. ശരിക്കും പറഞ്ഞാൽ ഈ 2024 നടത്തിയ ചില പഠനങ്ങളിൽ ഈ ചാബഹാർ തുറമുഖത്തിൽ നിന്ന് ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള സഹായമാണ് എന്നുള്ള ഒരു റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഗതാഗതം വലിയ രീതിയിൽ ഉയർന്നു, ചരക്ക് ഗതാഗതം വലിയ രീതിയിൽ ഉയർന്നു. അതോടൊപ്പം തന്നെ സമയക്കുറവ് വലിയൊരു ഫാക്ടറാണ്. അതോടൊപ്പം തന്നെ ഈ ചരക്ക് കൊണ്ടുപോകുന്നതിലേക്കുള്ള അത്രയും അധികം തുക ചെലവാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള ഒരു സഹായകം തന്നെയാണ് ഈ ചാബഹാർ തുറമുഖം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഈ ഇന്ത്യ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, അർമേനിയ, അസർബൈജാൻ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ ഉള്ളൊരു ബന്ധമാണ്, ഈ ചരക്ക് ഗതാഗതത്തിലേക്കുള്ളൊരു ബന്ധമാണ്, യൂറോപ്പിലേക്കുള്ളൊരു ബന്ധമാണ് ഇതിലൂടെയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മേലൊരു കരിനിഴൽ വീഴ്ത്താനാണോ ട്രംപിൻ്റെ ശ്രമം എന്നതാണ് ഇപ്പം വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2019 തന്നെ ഇതിന് ചെറിയ രീതിയിൽ ഉപരോധത്തിന് ചെറിയ രീതിയിലുള്ള ഇളവ് ട്രംപ് നൽകിയിട്ടുണ്ടായി. ഇന്ത്യ ഈ പൈസയൊക്കെ നിക്ഷേപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത് മോഡിയുമായിട്ട് നടത്തിയിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇളവ് ഞാൻ നൽകാം, പകരം സിനുജി നേരത്തെ പറഞ്ഞ പോലെ ഇറാനിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഇന്ത്യ പിൻവലിക്കണം എന്നായിരുന്നു ട്രംപിൻ്റെ നിർദ്ദേശം. അത് അനുസരിക്കുകയും ചെയ്തു.
അതിന്റെ ഭാഗമായിട്ട് തന്നെ വലിയ രീതിയിലുള്ള എണ്ണകളുടെ വില ഇന്ത്യയിൽ ഉയരുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. കാരണം അതായത് ഇന്ത്യയിലെ പൊതുമേഖലയിലുള്ള ഈ എണ്ണ കമ്പനികളൊക്കെ വലിയ നഷ്ടത്തിലേക്ക് പോയി. പക്ഷേ പകരം ഇന്ത്യ ചെയ്തതെന്ന് അറിയോ, റഷ്യക്ക് മേൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി. റഷ്യക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ റഷ്യക്ക് എണ്ണ വിൽക്കാൻ കഴിയാതെ വന്നു. അപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വൻതോതിൽ എണ്ണ വേണം. അവിടെ തണുപ്പ് കൂടുതലുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ അവിടുത്തെ പല പ്രവർത്തനങ്ങൾക്കും ഈ ഓയിൽ ഉണ്ടായേ പറ്റൂ, പെട്രോളും ഡീസലും ഒക്കെ വേണം. പക്ഷേ റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് മേടിച്ചുകൊണ്ടിരുന്ന എണ്ണ അല്ലെങ്കിൽ ഈ ക്രൂഡ് ഓയിൽ അതിന് മേൽ ഉപരോധം അമേരിക്ക ഏർപ്പെടുത്തി. കാരണം ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം, അതോടുകൂടി റഷ്യക്ക് എണ്ണ വിൽക്കാൻ പറ്റാതെ വന്നു. ആ സമയത്ത് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന് അമേരിക്ക പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടുന്ന് എണ്ണ വാങ്ങൽ നിർത്തിയല്ലോ. അതേ എണ്ണ അതേ കുറഞ്ഞ വിലയ്ക്ക് റഷ്യ തരാൻ നമുക്ക് തയ്യാറായി. അപ്പോൾ നമ്മൾ റഷ്യയുടെ നിന്ന് പിന്നെ എണ്ണ വാങ്ങി. ഈ ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തന്നെ മറിച്ചു വിറ്റു എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് തൊട്ടടുത്തുള്ള കാനഡയും ഈ പറയുന്ന ഫ്രാൻസും ജർമ്മനിയും ഒക്കെ തന്നെ ഇന്ത്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പം നമുക്ക് റഷ്യയുമായിട്ടുള്ള ഒരു നല്ല ബന്ധത്തിലൂടെ അത് തുടക്കം കുറിച്ചു. മാത്രമല്ല എക്കാലത്തും ഇന്ത്യയും റഷ്യയും തമ്മിൽ നല്ല വ്യാപാര ബന്ധങ്ങളുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് ഈ ഇറാനിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ നമുക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ കഴിയുമെന്നും അത് ലാഭത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നും ഇന്ത്യ തെളിയിക്കുകയും ചെയ്തു. ഇതിനിടയിൽ റഷ്യയും ഇറാനും തമ്മിൽ നല്ല നയതന്ത്ര ബന്ധമാണ്. കാരണം ഈ റഷ്യയിലേക്ക് ഈ പറയുന്ന പരിശോധനയ്ക്കുള്ള ചില ഉപകരണങ്ങൾ, ഈ ആയുധങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് ഇറാനിൽ നിന്നാണ്. അപ്പോൾ അത്തരം ആയുധങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നതിൽ ഇറാന് നേരെ അമേരിക്കയ്ക്ക് ചില ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇവിടെ റഷ്യയിലെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്ന് ഇന്ത്യയിലെ മുംബൈയിലേക്ക് ഒരു കപ്പൽ പാതയുണ്ട്. അതായത് നിലവിലുള്ള കപ്പൽ പാതയിൽ നിന്ന് വലിയ വ്യത്യാസമുള്ള ദൂരക്കുറവുള്ള ഒരു പുതിയ കപ്പൽ പാത. ഈ കപ്പൽ പാത കടന്നു പോകണമെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പിന്തുണ വേണം. അങ്ങനെ പിന്തുണ നൽകാൻ പറ്റുന്ന രാജ്യം ഇറാനാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് $250 മില്യൺ നമ്മൾ അവിടെ നിക്ഷേപം നടത്തി. കാരണം അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണം. പോർട്ടൊക്കെ ചാബഹാർ പോർട്ടൊക്കെ മതി. പക്ഷേ ഈ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്നും ഇന്ത്യയിലെ മുംബൈയിലേക്ക് ഇത് എത്തണമെങ്കിൽ ഈ ചാബഹാർ പോർട്ട് വഴി വേണം കടന്നു വരാൻ. അങ്ങനെയാണെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കണം. ഇതിനാണ് നമ്മൾ അവിടെ പൈസ നിക്ഷേപിച്ചത്. ആ പൈസ അത്രയും നിക്ഷേപിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് നമുക്കെതിരെ ഒരു നീക്കം നടത്തുന്ന പോലെ തോന്നും. പക്ഷേ ആക്ച്വലി നമുക്കെതിരെ അല്ല നീക്കം നടത്തുന്നത്. കാരണം വീണ്ടും ആണവ മിസൈൽ പദ്ധതിയുമായിട്ട് ഇറാൻ വരുന്നുണ്ട്. അയത്തുള്ള അലി ഖമനേയി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കെതിരെ ഇനി എന്തെങ്കിലും തരത്തിൽ ഇസ്രായേലോ അമേരിക്കയോ ആക്രമണത്തിന് പ്ലാൻ ചെയ്താൽ, അതായത് അവിടുത്തെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ചെയ്താൽ ഞങ്ങളൊരു തുടർ യുദ്ധത്തിനായിരിക്കും രംഗത്തേക്ക് ഇറങ്ങുക. അപ്പം ഈ ഡൊണാൾഡ് ട്രംപിനെ ഭീഷണിപ്പെടുത്തിയാണ്. അങ്ങനെ അമേരിക്കയെ ഭീഷണിപ്പെടുത്തിയാൽ ഇറാൻ തയ്യാറായോ എന്ന് വിചാരിച്ചിട്ടാണ് അവർക്ക് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഈ ചാബഹാർ പോർട്ടിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കും. ഈ ചാബഹാർ പോർട്ടിൽ വലിയ തോതിൽ നിക്ഷേപം നടത്തിയത് ഇന്ത്യക്ക് ഗുണകരമാണ്, ഒപ്പം ഇറാനും ഗുണകരമാണ്. മാത്രമല്ല അമേരിക്ക ഈ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത് എന്താണെന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാന് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്ന ചില പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നു. അതായത് ഇന്ത്യയിൽ നിന്ന് അഫ്ഗാനിലേക്ക് സാധനങ്ങളൊക്കെ എത്തിക്കുന്നത് ഈ ചാബഹാർ പോർട്ട് വഴിയാണ്. പാകിസ്ഥാനും അഫ്ഗാനും തമ്മിൽ ഇപ്പോൾ ശത്രുതയാണല്ലോ. അപ്പോൾ ഇന്ത്യക്ക് അതുകൊണ്ടുള്ള ഗുണമുണ്ട്. മാത്രവുമല്ല ഇറാനെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നല്ല നിലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇന്ത്യക്ക് ചില വിട്ടുവീഴ്ച ചെയ്യാൻ അമേരിക്ക തയ്യാറാവുകയും ചെയ്തു. പക്ഷേ അതെല്ലാം തന്നെ അട്ടിമറിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ നാഷണൽ സെക്യൂരിറ്റി പ്രസിഡൻഷ്യൽ മെമ്മോറാണ്ടം എന്ന് പറയുന്ന പുതിയ പദ്ധതിയിൽ ട്രംപ് ഒപ്പുവെച്ചത്. ഒരാഴ്ചക്കകം, അതായത് ഒരു 2-3 ദിവസത്തിനകം മോഡി ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കാൻ വേണ്ടി പോവുകയാണ് അമേരിക്കയിൽ വെച്ചിട്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇത്തരം ചില സാധനങ്ങളൊക്കെ വരുന്നത് ആശ്വാസവഹമല്ല എന്നാണ് ചില കോണുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. എങ്കിലും ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് ഇത് ഇന്ത്യക്കെതിരെയുള്ള ഒരു ഉപരോധമല്ല, ഇത് കൃത്യമായിട്ട് ഇറാന്റെ ആണവ പദ്ധതികളെ തകർക്കുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ട്രംപിന്റെ ഈ ഒരു മെമ്മറാണ്ടത്തിലുള്ള ഒപ്പുവെക്കലൊക്കെ. അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. ഇതിൽ പക്ഷേ ഈ ചാബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ടിട്ട് ചൈനയ്ക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇന്ത്യ വലിയ രീതിയിലുള്ള വികസനം ഏർപ്പെടുത്തുന്നില്ല. ഈ ചൈനേൻ്റെ എന്തെങ്കിലും ഒരു സ്വാധീനം ട്രംപിൻ്റെ തലയിലുള്ളിൽ കയറിയിട്ടുണ്ടാവുമോ? അങ്ങനെയല്ല, ഈ ചൈനയ്ക്ക് ചാബഹാർ പോർട്ട് വേണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ഈ പറയുന്ന ഇറാനുമായിട്ട് ചൈനയ്ക്ക് മോശമല്ലാത്ത ബന്ധമുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ ഒരു വിശാല സ്വതന്ത്ര വിദേശ നയമുണ്ട്. ആ വിദേശ നയത്തിൽ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഒരിക്കലും യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമല്ല. മാത്രമല്ല ഏതെങ്കിലും രാജ്യത്ത് യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ അതിനെ ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന രാജ്യമാണ്. അതായത് ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ ഇന്ത്യ മീഡിയേറ്റർ ആകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച രാജ്യം ഇറാനായിരുന്നു. അപ്പോൾ ഇന്ത്യ ഒരു നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുന്നു. മാത്രമല്ല റഷ്യയും അതുപോലെ തന്നെ ഉക്രൈനും തമ്മിൽ യുദ്ധം ഉണ്ടായി. ഈ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് റഷ്യയും ഉക്രൈനും
ഒക്കെ സന്ദർശിച്ചത്. അതുകൊണ്ട് തന്നെ ഇറാന് മനസ്സിലായി ഇന്ത്യയുടേതാണ് കുറച്ചുകൂടെ നല്ല നയതന്ത്ര ബന്ധം. ചൈന അങ്ങനെയല്ല, ചൈന ഉള്ളിൽ കൂടെ പണിയുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് ചൈനയ്ക്ക് ആ തുറമുഖം നമ്മൾ പാട്ടത്തിന് കൊടുക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശം ഇന്ത്യക്കുണ്ടായിരുന്നു. അത് തന്നെ ഇറാനും ഉണ്ട്. അതുകൊണ്ടാണ് ഇറാനും ചൈനയും തമ്മിൽ നല്ല ബന്ധമായിട്ട് കൂടി ആ പോർട്ട് നമുക്ക് തന്നത്. കാരണം ഇന്ത്യ ആ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കില്ല. അപ്പോൾ ഇന്ത്യ വലിയ നിക്ഷേപമൊക്കെ നടത്തുന്നു. ഈ ചാബഹാർ പോർട്ട് ഇന്ത്യക്ക് തരുന്നു. ഇത് ചൈനയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ചൈനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് അമേരിക്കയെ സ്വാധീനിച്ച് വലിയ ചൈനയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാനൊന്നും അവർക്ക് കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാലോ, ലോകത്തെ ഏറ്റവും മികച്ച ഭരണാധികാരികളൊക്കെ തന്നെ ട്രംപിനെ അമേരിക്കയിലേക്ക് പോയി കാണുക. ആദ്യം പോയി കണ്ടത് ബെഞ്ചമിൻ നെതന്യാഹു. ഏതാണ്ട് ഒരാഴ്ച കഴിയുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെല്ലുന്നു. അപ്പോൾ ഇന്ത്യയും നരേന്ദ്രമോദിയും തമ്മിലുള്ള ഒരു ബന്ധം അമേരിക്കയ്ക്ക് എത്ര സ്ട്രോങ് ആണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അത്രയും സ്ട്രോങ് ഒന്നും അല്ല ചൈനയ്ക്ക്. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് എപ്പോഴെങ്കിലും അവസരം കിട്ടിയാൽ ഒരു പണി കൊടുക്കാനായിട്ട് അമേരിക്ക ഇരിക്കുകയും ചെയ്ത. അതുകൊണ്ട് ചൈനയ്ക്ക് ചുറ്റും വലിയ ആർമിയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പറയുന്നത് എന്താ അറിയോ, അമേരിക്കയിൽ അയൺ ഡോം പോലെയുള്ള സംവിധാനങ്ങളൊക്കെ സജ്ജമാക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ചൈനയുടെ ഭാഗത്തു നിന്നോ നോർത്ത് കൊറിയയുടെ ഭാഗത്തു നിന്നോ ഒരു ഭീഷണി ഉണ്ടാകുകയാണെങ്കിൽ എല്ലാം സുസജ്ജമാകണം എന്നാണ് ട്രംപിൻ്റെ നിലപാട്. അതുകൊണ്ട് ഈ ചാബഹാർ തുറമുഖത്ത് നമ്മൾ വലിയ നിക്ഷേപം നടത്തിയുകൊണ്ട് നമുക്ക് കുറച്ച് തിരിച്ചടി ഉണ്ടാകും. കാരണം ആക്ച്വലി ഇറാന് മേലാണ് ഉപരോധം, ഇറാന് മേലാണ് നിയന്ത്രണങ്ങൾ. പക്ഷേ അതിൻ്റെ ഫലം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. 2019 സംഭവിച്ച പോലെ മോഡിയുമായിട്ട് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഒരു ഇളവ് നൽകാൻ ട്രംപ് ചിലപ്പോൾ തയ്യാറാവോ ഇല്ലയോ നമുക്ക് കാത്തിരുന്ന് കാണാം. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ മീറ്റിംഗ് ഉണ്ടല്ലോ, 12-ാം തീയതി 14-ാം തീയതി മറ്റോ ആണ് ഇവർ കാണുന്നത്. അതിൽ ഈ ചാബഹാർ തുറമുഖത്തിൻ്റെ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരും. എന്ത് തീരുമാനം എടുക്കുന്നുള്ളത് നമുക്ക് ഈ പറയുന്നത് കാത്തിരുന്ന് കാണാം.